Hello guys, welcome back to our channel. In today another video of Let's Play. The episode 2 of Let's Play ആണ്. നമ്മളെ എപ്പിസോഡ് 1 ഇക്കിട്ട് കാശി വീടും ഇൻറ്റീരിയറും ലാൻഡ് ഓൺ സെറ്റപ്പും പിന്നെ അതിൻ്റെ ഒപ്പം എന്താ നമ്മൾ റൂഫും അവിടെ ഒരു സ്റ്റോറേജും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാല്യബിൾസിനായിട്ട് ഒരു ചെസ്റ്റും പിന്നെ ഇവിടെ ഫർണസും അങ്ങനത്തെ ഒക്കെ നമ്മളിവിടെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു പോണ്ട് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. ഇവിടെ ആയിട്ടൊക്കെ പോണ്ട് ഉണ്ടാക്കാൻ ആദ്യം ഞാൻ പെട്ടെന്ന് മരം മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ മരമൊക്കെ മുറിച്ചിട്ട് ഇവിടെ ഫുൾ ഡർട്ട് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ പോണ്ടാണ്. അതിനാദ്യം ആടെ നമുക്ക് അയൺ വേണം. നമുക്ക് ആ ഗോളത്തിനൊന്ന് തട്ടാം, അല്ലാതെ വേറെ വഴിയില്ല. സോറി, ഗോളാണ്. ഗോളത്തിനെ തീർക്കില്ല ഞാൻ ആദ്യം പറഞ്ഞു. ബട്ട് നമുക്ക് പറയാണ്ട ആവശ്യമുണ്ട്, നമുക്ക് ആളങ്ങ് തീർക്കേണ്ടി വരും. ഏടാ Where is the golem in this village? ഓടിപ്പോയോ? അവനെ കൊല്ലാമെന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടെ നല്ല ബിൽഡ് ചെയ്ത് കയറാം. പിടിച്ചിട്ട് ഓർക്കും. ഓടിക്കോ ഓടും. അവനവിടെ കുടുങ്ങി തോന്നും. കണക്ഷൻ പോയതാ, കുടുങ്ങിയതാണ്. ഇനി പ്രശ്നം നമുക്ക് നല്ല അങ്ങോട്ട് ബിൽഡ് ചെയ്ത് പോകാം. ആളൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റെക്കായി. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നാടൻ വരെ ഒന്ന് ബ്രെഡ് ചെയ്ത് പോകാം. ഇങ്ങോട്ട് കൊടുക്കാമല്ലോ. നല്ല അടി ഇയാളെ കൊന്നിട്ട് ഇപ്പോൾ വരാം. ആളെ നമ്മളങ്ങനെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെർട്ടൊന്നും വിടാവില്ല. ഞാനെന്ത് നീനെ കൊണ്ട് പിടിക്കും. ഒന്നാമിൻ്റെ അടിച്ചു എത്ര അയം കിട്ടി. 4000. കമോൺ, നമുക്ക് വാട്ടർ പോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. ലാവ ഉണ്ടല്ലോ ഇവിടെ. ലാവ ഇവിടെ മോളിൽ എന്തെങ്കിലും ഉണ്ടോ? നത്തിങ്. വേഗം ഓടിപ്പോയി ഇതെന്തെങ്കിലും ആക്കേണ്ടി ആടാ. നമുക്കൊരു വാട്ടർ പോക്കറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഒരു അയൺ അതിൻ്റെ മുകളിൽ വെക്കേണ്ടി വരും. ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു അയൺ ഇവിടെ പ്രൊസസ്സിൽ എടുത്ത് നോക്കാം. ചവർ കത്തിച്ചവൻ കോപ്പിയ പാവുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യും നമ്മളെ ഗോളത്തിന് വേണ്ടിയിട്ട് ഒരു സെമിത്തേരിയ റെഡിയാക്കുന്നത്. ഇയാളെന്താ ബുധ? അവിടെ ഇത് ഞാൻ ഇവിടെ വെച്ച ലെഫ്റ്റ് കയറിയതാണേ. അങ്ങനെ പറ. നമുക്കിവിടെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് കുഴിച്ചെടുക്കണം. ഇത് കുഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അടുത്ത വീട്ടിൽ നമ്മൾ മൈനിങ്ങിന് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ വെള്ളം നിറയ്ക്കണം. ഇങ്ങനെ വെക്കാൻ പറ്റുമോ? വാട വെക്കാൻ പറ്റും. വെക്കണ്ട, നമുക്കിത് കഴിഞ്ഞിട്ട് വെക്കാം. നമുക്ക് ബോൺവീൽ കിട്ടിയിട്ടില്ല ഇതുവരെ.
നമുക്ക് ഏതെങ്കിലും സ്കെലട്ടനെ കിട്ടിയാൽ പരിപ്പിളക്കിയിട്ട് അവൻ്റെ ആ ബോണം കൊടുക്കും. പക്ഷേ ഇതുവരെ ഞാനൊരു സ്കെലട്ടനെ പോലും കൊടുത്തില്ല. വാട്ടർ ബക്കറ്റ് എടുക്കുക, 2 വട്ടം വാട്ടർ ബക്കറ്റ് കിട്ടിയാൽ അത് പിന്നെ ഇൻഫിനിറ്റി സോഴ്സാണല്ലോ. നമുക്ക് കഴിക്കണ്ട. തൽക്കാലത്തേക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം ഓടിപ്പോയിട്ടൊരു ബക്കറ്റ് കൂടി വെള്ളം എടുക്കാം. എന്നിട്ട് ഇതിൽ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മളെ പോണ്ട് നിറയ്ക്കാം. ഇവിടുത്തെ കേവോ ഞാൻ പോയി വരും. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ വരും അടുത്ത വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ ഫുള്ള് മൈനിങ് എന്നിട്ട് ഡയമണ്ട് കിട്ടാം കൂടി. അപ്പോൾ വെറും 3 ഡയമണ്ടേ ഉള്ളൂ. അത് മൈൻ ചെയ്തൊന്നും അല്ല. വെള്ളം തിന്നണ്ട മതി. അവിടെ ലുക്കുണ്ട് കേട്ടോ കാണുമ്പോൾ. മുമ്പിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ സ്ഥലം നോക്കാം. വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മെല്ലെ ഒഴിച്ചെടുക്കാം. ഏറ്റവും വാട്ടർ ലോഗ് ചെയ്യല്ലോ. പിന്നെ എല്ലാ അറ്റത്തും ആക്കി കൊടുത്താൽ മൊത്തം ഫുള്ളാവില്ല. അങ്ങനെയാണ് ആദ്യം ഫിസിക്സും ബയോളജിയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഇതൊക്കെ എവിടെ പോകുന്നു എനിക്ക് മനസ്സിലാവുന്നു. ആവുന്നില്ല നമ്മൾ ഇവിടെ നിറയ്ക്കണമല്ലേ. ഇനി അപ്പം എന്താ കട്ടണ്ടി? ഒറ്റ മിനിറ്റ് ഗൈസ്, ഞാൻ ഇതൊന്ന് റെഡിയാക്കിയിട്ട് ഇപ്പോൾ വരാം. ഗൈസ് ഇന്ന് രാത്രി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ ഇത് വെള്ളം നിറച്ചിട്ടുണ്ട്. നമുക്ക് ഈ വാട്ടർ സോഴ്സ് അങ്ങ് പോകാം. ഇത് ബക്കറ്റ് വെള്ളം നിന്നോട്ടെ. ഇതാണ് ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക്. ഞങ്ങളൊന്ന് ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് ഈ ക്ലിപ്പ് എടുത്തിട്ട് കാണാൻ ഞങ്ങൾ പാട്ടിട്ട് ഇൻസ്റ്റയിലിട്ടോ. നൈസ് സാധനം മുട്ടേ. ഈ സാധനം ചെടി എൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പറത്തി കളിക്കുന്നു. സ്കെലട്ടനൊന്നും ഇല്ലേ ആർക്കടെ. നമുക്കെന്തായാലും ഉറങ്ങിക്കാം. രാവിലെ തെളിപ്പ് നോക്കാം. നമുക്ക് നൈസ് ഉണ്ട്. നമുക്ക് ബോൺബീലതിന് വേണ്ടി ബോൺബീലും കൂടി കിട്ടീനെ കിടുക്കതിൻ്റെ അടിയിൽ ഉള്ളെടുക്കണേ സിൽക്ക് ടച്ച് വേണം അല്ലേ. എവിടെ ഇപ്പോൾ ബോൺബീൽ കിട്ടുക? ബോൺബീലും തപ്പി പോകാനൊന്നും നടക്കൂല. നോക്കട്ടെ ഒരു പൂച്ച അതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ. അതിൻ്റെ ഉള്ളിൽ പൂച്ചക്കൂട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിന് നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് കൂട്ടാക്കണം.
ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ അതിനെ റെഡിയാക്കാൻ നോക്കിയിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഫിഷിനെ പിടിക്കാൻ പറ്റുന്നു. ഇങ്ങോട്ട് കൊള്ളുന്നില്ലേ കേട്ടോ, പോടാ. ഒറ്റ മീനില്ലടാ, ഒരു മീമിനെ പോലും കിട്ടാനില്ല. ഇവിടെയൊക്കെ ഒന്ന് നോക്കട്ടെ, മീനുണ്ടോ നോക്കട്ടെ. ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 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 ഒന്നും കണ്ടില്ല. ഇനി ഞാൻ മീനെ പിടിച്ചിട്ടേ പോകുന്നത്. ഈഗോ മീനെ പിടിക്കാനായിട്ട് ഇറങ്ങിക്കാറുണ്ട്. ഞാനൊന്നും അത്ര കഷ്ടപ്പെടുന്നു, അത്രയും വലിയ പൊട്ടനാണ്. മീനെ കാണുന്നില്ല. ഞാൻ പോവാം. ഞാനൊരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് ഇന്ന് മീനെ പിടിക്കും മക്കളെ. ഇന്ന് ഞാൻ മീനെ പിടിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിൽ പോണ്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ നമുക്ക് പൂച്ചനെയും കൂടി ആക്കാം. പൂച്ചക്കുട്ടിയെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് എങ്ങനെയും രാത്രി ആയിട്ടൊരു പൊട്ടിക്കാം. ഇതാരാ ബ്ലാക്ക് എന്താ റെഡി നോക്കണേ. അറിയാണ്ട് അടിച്ചു പോയതോ. ഏത് അയാണ് ഹെൽമെറ്റ് 5 എമറാൾഡിനാണ്. കുഷ്കു എവിടെ പോയോ? ഏയ് എൻ്റെ വാതിലടിച്ചു. ഒരാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനല്ലേ മറ്റേതൊക്കെ ട്രൈഡ് ചെയ്യുന്ന മറ്റേ എൻജാനിങ് ബോട്ടിലൊക്കെ റോട്ടം പശ കൊടുത്താൽ ട്രൈഡ് ചെയ്തില്ലേ. നമുക്ക് ഒരു 30 ഉണ്ടാക്കണം, ഭാവിയിൽ ഉണ്ടാക്കാം. ഒരു കാം പീസ്ഫുൾ നൈസടാ. ഇതിൻ്റെ ഉള്ളിൽ മീനെ പിടിക്കണം അല്ലേ? നമുക്ക് മീനെ പിടിക്കാമോ? മീനെ പിടിക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും മീനിടണം. അതിന് വേറെ പണിയെടുക്കണം. അതാ തലവേദന. ബക്കറ്റിൽ കിട്ടാവും. വേണ്ട ഈ വെള്ളം വേണ്ട, ഞാൻ പൊച്ചാവും. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഡർച്ച് വെച്ച് കൊണ്ടിരിക്കുക. ഡർച്ച് വെച്ച് ഓക്കെ. ഇവിടെ മീനുണ്ടോ? മീൻകുട്ടൻ ഫിഷ് ചെയ്യുന്ന മീമിനല്ല വേണ്ടി, ശരിക്കും ജീവനുള്ള മീമിക്കുട്ടനെ അതിൽ കിട്ടണം. നീ എന്താ കാട്ടുക? ഈ അറ്റത്തേക്കൊന്നും മീൻ വരൂല. ഇപ്പോഴത്തെ മൈൻക്രാഫ്റ്റിലത്തെ മീനൊക്കെ നല്ല ബുദ്ധിയുണ്ട്. അതാണ് പ്രശ്നം പറ്റിയത്. ഇന്നെന്തായാലും രാത്രിയായിട്ട് മീനെയും പിടിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. രാത്രിയായിട്ട് കാണാം ഗായ്സ്. നമുക്കിവിടെ പ്രൊട്ടക്ഷൻ 2 വെറും 30 എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെങ്കിലും ഒന്ന് ലോക്ക് ചെയ്യണം. ഞാൻ പോയി കുറച്ച് ഷുഗർ കെയിന്
ഒരു ചെറിയ ഫാം സെറ്റപ്പ് ആക്കി തരാം ഗൈസ്. നമ്മളിൽ ഇതാ 3 ബെഡ് ഉണ്ട്. നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ ഒന്നേ മൈനിങ്ങിന് പോകും, അല്ലെങ്കിൽ ബ്രീഡിങ് ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. ബ്രീഡർ ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, നൈറ്റായിട്ട് കാണാം നമുക്ക്. എന്നിട്ട് സ്പൈഡേഴ്സിനെ കൊന്നിട്ട് ഒരു ഫിഷ് ഒപ്പിച്ചിട്ട് നമുക്ക് അപ്പിച്ചിന് ടൈം ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് നമ്മൾ വീഡിയോ അതിൻ്റെ പേര്. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഫുള്ള് വൈബാണ് ഇവിടുത്തെ. പോണ്ടിൻ്റെ ഒപ്പം തന്നെ ഈ സാധനം ചെടി വൻ വൈബാക്കുന്നുണ്ട് ഈ സ്ഥലം ഫുള്ള്. വീട്ടിൻ്റെ ഒപ്പം അങ്ങ് മാച്ചായി പോകുന്നുണ്ട്. ഫസ്റ്റ് സോംബി കില്ലാവരുത്, മോൺസ്റ്റർ ഹണ്ടിങ് ആയിട്ട് ഇട്ടൂലേ. അപ്പം ചാവും, മൂമെൻ്റ് കിട്ടും. ഒരു പൊട്ടാറ്റോ എടുക്കട്ടെ. അത് സ്പൈഡറല്ലേ, സ്പൈഡറിന് 3 എണ്ണത്തിനാണ്. നമുക്ക് സ്പൈഡറിനെല്ലാം തീർക്കാം. തട്ടാം, അടി വിട്ടാടെ തീർക്കാം. കിട്ടി, 2 കിട്ടി. 2 മതിയോ? ഓ ബേബി സോംബി അയ്യോ ഇവിടെ ഉണ്ടോ? പിന്നെ ഞാൻ കയറി ഉറങ്ങട്ടെ. എടാ എന്നോട് അങ്ങനെ ഒന്നും പറയല്ലേ. ഉറങ്ങ വെറുതെ ഒരാവശ്യമില്ലായിരുന്നു. ഇതൊരാവശ്യമില്ലായിരുന്നു. കിട്ടി, നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. ചാവൂല എന്ന് വിചാരിക്കാം. ഒരു ബേബി സോംബിനെ ഞാൻ പേടിച്ച് നിന്നു. എവിടെ പോയി ഓർമ്മല്ല. എവിടെ പോയാലും ഞമ്മക്കെന്താ, നമ്മൾ വെറുതെ ആട്ടേക്കൊന്നും പോകണ്ട. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ പൂണ്ടിൽഡാവും. അയ്യോ ക്രീപ്പറെ പ്ലീസ് ക്രീപ്പറെ. ഞാൻ അപ്പം ഉണ്ടാക്കിയ കള്ള ക്രീപ്പറെ പ്ലീസ് ക്രീപ്പറെ ജപ്പാളി ക്രീപ്പറെ. ക്രീപ്പറിന് ഒരു ക്രീപ്പറിന് പോകുന്നല്ലോ. സമാധാനം. ഇങ്ങോട്ട് കയറി. അതന്നെ ഇവിടെ മീൻ പോയി കൊത്തുന്നില്ലേ? ഒറ്റ മീനും കൊത്തുന്നില്ല. മീനൊന്നും പോയി കൊത്തീനേര് ഞാൻ വെറുതെ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല ഗൈസ്. ഞാനൊരു മീനെ പിടിച്ച് ഇപ്പം വരാം ഗൈസ്. അപ്പം നമ്മളതിൽ 2 ഫിഷ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം സമയം കുറച്ച് അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് ഈ ഫിഷ് മീൻ വരാനുണ്ട്. അപ്പം ഇക്കുയിൽ തന്നെ മക്കളെ. ഇതാണ് പൂച്ചക്കുട്ടി. ടൈം അടങ്ങി നിൽക്ക് പൂച്ച, അടങ്ങി നിൽക്ക്. ഇഞ്ചൊന്ന് പൂച്ച ടൈം അവിടെ കള്ള പൂച്ച തിന്നല്ലോ. എന്നൊരു ടൈമും ആയില്ല ഗൈസ്. ഒറ്റ ഉണ്ട് കംബാക്ക് ഉണ്ട്. കയറാൻ പറ്റിയില്ലടാ, എല്ലാത്തിനും അതിൻ്റെ ഉള്ളിൽ നോക്കില്ല. ഇപ്പോൾ വരാം, ഞാനൊരു 2 മീനും കൂടി പിടിച്ചുതരാം ഗൈസ്. അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. 3 ഫിഷ് ഉണ്ട്. ഇപ്പോഴും കിട്ടിയില്ലേ ഞാൻ പോവുക. പൂച്ചക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാൻ. ബാക്കി ഫിഷിൻ്റെ വേറെ പൂച്ചനും കൂടി ടൈം ചെയ്യാൻ നോക്കുന്നു. അതാ ഞാൻ തിന്നില്ലേ. ടൈമായി. സോറി പൂച്ചക്കുട്ടി, സോറി. നമ്മളെ പൂച്ച സ്റ്റാൻഡ് ബാ. ഇനി പന്നിക്കുട്ടികളൊക്കെ പോയിക്കോട്ടെ. ഒരു വെള്ള പൂച്ചനെ കണ്ടു. എനിക്ക് അങ്ങനത്തെ പൂച്ചനെ ഇഷ്ടം. ഇവിടെ നമ്മളെ പൂച്ച അത്രേ ഉള്ളു. ഒറ്റ പൂച്ചനും കൂടി വേണം. റോമൻ ഐ ഹാവ് എ റോമൻ കം ഹിയർ. ഓടില്ല.
I'm peaceful. Peaceful. ഇതിനോട് ഞാൻ പറഞ്ഞില്ലേ പീസ്ഫുൾ ഇതൊക്കെ എന്തോ ഇതൊക്കെ ഹൈഡിങ് ചെയ്തേ. എൻ്റെ പൂച്ചയുടെ ഇതാ വരുന്നു. കമോൺ നമുക്ക് പോവാം. അന്നത്തെ കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പൂച്ചക്കുട്ടീനെയും പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തായതാ? ഇവിടെ എന്തോ ഒരു വൂൾഫ് കയറി. ഇവിടെ ഒരു വൂൾഫ് കയറി മക്കളെ. കുറേ ആടിനെ കൊണ്ടിട്ട് നമ്മൾ ബേസിക് നമ്മളെ പൂച്ചനെ കൊണ്ടുപോയി നോക്കാൻ പോകുന്നു. ഏതാ ഇവിടെ വാടാ. ഞാനല്ലേ എൻ്റെ ബോസ് ഇങ്ങോട്ട് വാ. Come here. കോഡ് നമ്മളെ കൈമിൽ ഉണ്ടാവും. ഞാൻ എൻ്റെ ബോസാണ്. കമോൺ കം വിത്ത് മീ. കമോൺ. ഇവനെ ഒന്ന് ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റാണ് ഞാൻ വിളിക്കുന്നത്. അസ്സലാമു അലൈക്കും. എന്തല്ല സുഖല്ലേ? കണ്ടിട്ട് കുറേ ആയേ. ഞാൻ തോന്നിയില്ല. വാ അങ്ങോട്ട് വന്നൂട്. അവിടേക്ക് വാട്. അങ്ങോട്ട് വാട്. ഇരുന്നു. സിറ്റ്. ഗുഡ് ബോയ്. ഇനി ഉണ്ടിരിക്കാം. ഇനി ഉണ്ടാലോ. എന്നോട് കടുത്ത പ്രണയത്തിലാണ്. ക്രാഫ്റ്റിംഗ് ടേബിളിന് മുകളിലിരുന്നു കേട്ടോ. പൂച്ച പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോൾ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ മിട്ടുവിനൊരു ചെറിയ സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മിട്ടൂസ് ഹോം എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ പൂച്ചനെ ഫ്രണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിന്ന് 10ാമത്തെ ദിവസം കൂടി കടന്നുറങ്ങിയിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇനി വീഡിയോ ലോങ് ആവില്ല. ഈ ഒരു 20 ആവില്ല, 19, 20 ഇതിലൊക്കെ മാക്സിമം കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. കാത്തിക്ക് എല്ലാവരും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഈ ചവറൊക്കെ ഒന്ന് അടുത്ത് ഇതൊക്കെ തട്ടി. കൈ കുറേ ചവറിരിക്കുന്നു. വലിയ ഇഷ്ടമല്ല കൈ കാണും. ഇതൊക്കെ നമ്മൾ നാളെ ബ്രീഡർ ഉണ്ടാക്കുമ്പോൾ അതിന് യൂസ്ഫുള്ളാവും. വെള്ളം ഇതൊക്കെ വെക്കും. പൊട്ടാറ്റോയും സ്റ്റിക്കും ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഹെൽത്ത് പണി കുറവാണ്. ഫുഡൊന്നുമില്ല. കുറച്ച് പൊട്ടാറ്റോ എടുക്കാം. എന്നിട്ട് ഇവിടെ കുക്ക് ചെയ്യാൻ നോക്കാം. ഒന്ന് കുക്കായി കിട്ടിയത് ചാക്കട് പൊട്ടാറ്റോ എന്നാണ് കഴിക്കും. ജാക്ക് പൊട്ടാറ്റോ. ഇതും തിന്നിട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പം ഇത്രയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഒരു ചെറിയ പോണ്ടും ഒരു പൂച്ചക്കുട്ടീനെ നമ്മൾ ഇതാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വൈബുള്ള ഒരു പൂളായി നമ്മൾ ഉണ്ടാക്കി. അതിന് ശേഷം അവിടെ പൊട്ടി. ടാബിൾ പൊട്ടി. അപ്പോൾ
അതിൻ്റെ ഒപ്പം നമ്മൾ പൂച്ചനെ സെറ്റാക്കി അതിന് ഒരു കൂടും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വീഡിയോസ് വരും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓടിക്കോ.